ഈശ്വര നല്ലൊരു കണി കാണിക്കണേ. നിങ്ങൾക്ക് ആരാണെന്ന് ഇതിന്റെ അട്ടിപ്പറ അവകാശം തന്നിട്ടുള്ളത്? നിങ്ങൾ ആരാണെന്ന് ഇതൊക്കെ ചോദിക്കാൻ? ബി.ജെ.പിക്ക് എന്ത് അവകാശം ഹിന്ദു സമാജത്തിന്റെ മുഴുവൻ അട്ടിപ്പറ അവകാശം ഏറ്റെടുക്കാൻ? ഇനി പറ, ഞാൻ കേക്കട്ടെ. ഞാൻ ഹിന്ദുവാണ്, അഭിലാഷ് ഹിന്ദുവാണ്, ശിവദാസ് ഹിന്ദുവാണ്. അപ്പോ ആ അഭ്യാസം ഒന്നും വേണ്ട. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അങ്ങനെയാണ് പിന്നെ താങ്കൾ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇന്ന് എല്ലാവരും കാണേണ്ടത് ജനം ടി വി അല്ലേ? എനിക്കറിയില്ല. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. കാരണം എല്ലാ ചാനലും പ്രധാനമന്ത്രി ഒഴിവാക്കുന്നു. പ്രധാനമന്ത്രി കേരളത്തിൽ മുഴുവൻ ഫോളോവേഴ്സാണ്. പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരും ആരാധിക്കുന്നവരുമാണെങ്കിൽ ഇന്ന് ജനം ടി വിക്ക് കോടികളുടെ വ്യൂവേഴ്സ് ഉണ്ടാവുമല്ലോ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? നിങ്ങളുടെ കേരളത്തിലെ നിങ്ങളുടെ വർക്കിംഗ് പാർട്ണർ നമ്മുടെ ശിവദാസിന്റെ പത്രം പക്ഷെ ഞാൻ ഇന്നത്തെ ദേശാഭിമാനി എടുത്തൊന്ന് അരിച്ചു പറക്കി. ദേശാഭിമാനിയുടെ എല്ലാ പേജിലും, ബാക്കി എല്ലാം ഫ്രണ്ട് പേജാണ്, ലീഡിംഗ് സ്റ്റോറിയാണ്. ദേശാഭിമാനി അരിച്ചു പറക്കിയിട്ടും രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ സംസാരിച്ചതായിട്ട് ഒരു വാചകം പോലുമില്ല. പോയിന്റ് മനസ്സിലാക്കി കളഞ്ഞ. സംസ്ഥാനത്തെ രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച്, നോട്ട് നിരോധനത്തെ കുറിച്ച്, തൊഴിലില്ലായ്മയെ കുറിച്ച്, അതുപോലെ തന്നെ കാർഷിക പ്രതിസന്ധിയെ കുറിച്ച്, കർഷക സമരത്തെ സംബന്ധിച്ച് നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി മന്ത്രിമാർ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ സമയത്ത് ചാടി എഴുന്നേൽക്കേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. മോദി കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ യുഗം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്.